So next topic is performance of joint promises. എന്താ ഈ ജോയിൻറ്റ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് നോക്കാം. വെൻ 2 or more individuals are bound to perform a contract together, it is called a joint promise. ഇപ്പം നിങ്ങളെ ക്ലാസ്സിൽ തന്നെ 2 പേര് കൂടിയും കണ്ട് പറയാം, ഞങ്ങൾ ഇന്നത് ചെയ്തു തരാം, ഈ ക്ലാസ്സിൻ്റെ എന്താ പറയുക കോൺട്രാക്റ്റ് ഏറ്റെടുക്കുകയാണ് പെയിൻറ്റിങ്ങിനുള്ള 2 പേര് ഒരുമിച്ച് കൂടിക്കൊണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ജോയിൻറ്റ് പ്രോമിസ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഒരു കോൺട്രാക്റ്റ് 2 പേര് കൂടി 2 അതിലധികമോ ആളുകൾ കൂടി ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ജോയിൻറ്റ് പ്രോമിസ്. ഓക്കെ. So when 2 or more persons have made a joint promise, then unless contrary intention appears from the contract, all such persons must jointly with the surviving promises ഫുൾഫിൽ ദ പ്രോമിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കോൺട്രാക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അവരെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടായിരിക്കണം ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത്. ഇഫ് ഓൾ ദ പ്രോമിസസ് ഡൈ, the legal representatives of all of them fulfill the promise jointly. ഇപ്പം ഈ എല്ലാവരും മരിച്ചു പോയി വിചാരിക്കുക, ഈ പ്രോമിസ് ചെയ്ത എല്ലാ പ്രോമിസേഴ്സും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലീഗൽ ഹയേഴ്സ് ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിങ് പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസസ് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, in the case of joint promise by more than one promiser, the liability of each promiser is always joint and several. എന്താ ഈ ജോയിൻറ്റ് ആൻഡ് സെവറൽ എന്ന് പറഞ്ഞാൽ, ഈ ഇങ്ങനെയുള്ള ജോയിൻറ്റ് പ്രോമിസസിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാ പറയുന്നത്? എല്ലാവർക്കും കൂടെ ഒരുമിച്ചിട്ടിരിക്കും. അതാണ് ജോയിൻറ്റ് ആൻഡ് സെവറൽ. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ റൂൾ അതാണ്, ദ ലയബിലിറ്റി ഓഫ് ഈച്ച് പ്രോമിസർ ഇസ് ഓൾവേസ് ജോയിൻറ്റ് ആൻഡ് സെവറൽ. അതായത് നൺ ഓഫ് ദി ജോയിൻറ്റ് പ്രോമിസേഴ്സ് ഇസ് എൻറ്റൈറ്റിൽ ടു കണ്ടെൻറ്റ് ദാറ്റ് ഹീ ഈസ് ലയബിൾ ടു ഡിസ്ചാർജ് ഓൺലി ഹിസ് ഷെയർ ഓഫ് ലയബിലിറ്റി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 3 പാർട്ട്നേഴ്സ് പ്രോമിസേഴ്സ് ഉണ്ട്. ദ എക്സിക്യൂട്ട് എ പ്രോനോട്ട് ഫോർ ₹6,000 ഇൻ ഫേവർ ഓഫ് പി. ഓക്കെ. All are jointly and severally liable, and A can recover the said amount from any one of them according to his will and pleasure. 3 ആളും കൂടെ ഒരുമിച്ച് എഴുതിയിട്ടുള്ളൊരു പ്രോനോട്ടാണ്. അപ്പം ഈ ഒരു കേസിൽ പിക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? ആർക്കാണോ ഈ പ്രോനോട്ട് എഴുതി കൊടുത്തിട്ടുള്ളത് ആ വ്യക്തിക്ക് ഈ 3 ആളിൽ നിന്നും, അതായത് ഒരാളിപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പോയാൽ ശരിയാവില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജോയിൻ്റ് ആണ്. അതേപോലെ തന്നെ പിക്ക് ആരെടുത്തു നിന്ന് വേണമെങ്കിലും എന്താക്കാം എന്നാണ് പറയുന്നത്? ഇതാക്കാം. അപ്പോൾ ഇപ്പം എക്സിനോട് മാത്രം വേണേൽ ചോദിക്കാം. അതാണ് പറയുന്നത് അവിടെ, ആസ് പെർ ഹിസ് വിൽ ആൻഡ് പ്ലഷർ. നോ വൺ ക്യാൻ സേ ദാറ്റ് ഹീ ഈസ് ലയബിൾ ടു പേ ഹിസ് ഷെയർ ഓഫ് 2,000 ഓൺലി. 6,000 ആവുന്ന സമയത്ത് ഓരോരുത്തരുടെ ഷെയർ ഈക്വലാണ്, ഓരോരുത്തരും 2,000 രൂപ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷെ അങ്ങനെ പറഞ്ഞിങ്ങാണ്ട് ഒഴിയാൻ പറ്റില്ല ജോയിൻറ്റ് പ്രോമിസസിന്. അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ജോയിൻറ്റ് ആൻഡ് സെവറൽ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ. ഓക്കെ. ദി സെക്കൻഡ് റൂൾ റിഗാർഡിംഗ് ജോയിൻറ്റ് പ്രോമിസ് ഇസ് ദാറ്റ് റൈറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ. എന്താ ഈ റൈറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ നോക്കാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ പേഴ്സൺ ഹു ഹാസ് പെയ്ഡ് ദ എൻറ്റയർ എമൗണ്ട് to proceed against the other joint promisers to recover the amount which he has paid more than his share. നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. 6,000 റുപ്പീസിൻ്റെ പ്രോനോട്ടാണ്. അതിൽ എക്സ് എന്ത് ചെയ്ത് 4,000 റുപ്പീസ് കൊടുത്ത്, വൈ പെയ്ഡ് ഓൺലി 2,000. സി ഒന്നും കൊടുത്തിട്ടില്ല. മനസ്സിലായില്ല? അയാളുടെ ഷെയർ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ എക്സ് 4,000 കൊടുത്ത എക്സിന് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? ഹി ക്യാൻ റിക്കവർ ദാറ്റ് ₹2,000 ഫ്രം സി. സി ആയിരുന്നു അയാളുടെ ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത. ആ സീൻ്റെ അടുത്ത് നിന്ന് എന്താക്കാം എന്നാണ് പറയുന്നത്? വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. ദാറ്റ് റൈറ്റ് ഇസ് നോൺ ആസ് റൈറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ റൈറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഓഫ് ദ പ്രോമിസേഴ്സ് ക്യാൻ പ്രൊസീഡ് അഗെയിൻസ്റ്റ് ദ അതേഴ്സ് to recover the amount which he has paid more than his share. Okay. Then third rule is,
if any one of the joint promises make default in contributing, the remaining joint promises must bear the loss arising from such default in equal shares. ഇനിയിപ്പോൾ സിക്ക് തീരെ കൊടുക്കാൻ പറ്റില്ല, അയാൾ ബാങ്ക്രപ്റ്റ് ആയി പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സി എല്ലാവരും നമ്മൾ XYZ അല്ലായിരുന്നു അല്ലേ, അപ്പോൾ സെഡിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എക്സും വൈയും എന്ത് ചെയ്യണം, സീൻ്റെ ഷെയറായ ആ 2000 റുപ്പീസ് ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1000 രൂപ എക്സ് കൊടുത്തോളുക, വൈയും 1000 രൂപ എടുക്കുക. മനസ്സിലായോ? അതാണ് ആ തേർഡ് റൂളിൽ പറയുന്നത്. ഇഫ് വൺ ഡീഫോൾട്ട് others are liable to bear the loss in equal shares. Okay. Then fourth rule, if one of the joint promises dies, his heirs along with other surviving joint promises must perform the contract. ഇപ്പം ഒരു ജോയിൻറ്റ് പ്രോമിസർ മരിച്ചുപോയി, അങ്ങനെയാണെങ്കിൽ അയാളുടെ ലീഗൽ ഹയേഴ്സ് ബാക്കിയുള്ള ജോയിൻറ്റ് പ്രോമിസസിൻ്റെ സർവൈവിങ് പ്രോമിസസിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ ഡ്യൂട്ടി പെർഫോം ചെയ്തോളണം. അപ്പം നമ്മൾ ഈ എക്സാമ്പിളിൽ സി മരിച്ചു പോയിട്ടുണ്ട്, സീൻ്റെ മോനോ മോളോ ആരാ ഉള്ളതെന്ന് വെച്ചാൽ ലീഗൽ ഹയേഴ്സ് എന്താക്കണം, 2000 റുപ്പീസ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് സീൻ്റെ ഷെയർ എത്രയാണോ അത് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ജോയിൻറ്റ് പ്രോമിസ് പെർഫോം ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഇഫ് വൺ ഡൈസ്, ഹിസ് ലീഗൽ ഹയേഴ്സ് വിത്ത് സർവൈവിങ് ജോയിൻറ്റ് പ്രോമിസസ് ഷുഡ് പെർഫോം ദി കോൺട്രാക്ട്. Then last is, if it is open to a creditor to release any one of the joint promises, it does not and will not operate as release of all. ഇനിയിപ്പം ഈ പിക്കാണല്ലോ നമ്മൾ ഈ പ്രോനോട്ട് എഴുതിയിട്ടുള്ളത്, അയാൾ വിചാരിക്കുകയാണ് ഈ സീനെ നമുക്ക് മെല്ലെ റിലീസ് ചെയ്യാം. അതായത് സി തരണ്ട, അയാൾ പാവപ്പെട്ടൊരു മനുഷ്യനായതുകൊണ്ട് അയാൾ തരണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ 2000 രൂപയാണ് മൂന്നാമത്തെ സെറ്റ് കൊടുക്കാനുള്ളത്, അപ്പോൾ അയാൾ തരണ്ട, അയാൾ റിലീസാക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ റിലീസ് ഓഫ് ഓൾ അതേഴ്സ്. സെറ്റും വൈയും കൊടുത്തോളണം അവരുടെ ഷെയർ. ആരെ മാത്രമേ ക്രെഡിറ്റർ റിലീസ് ചെയ്തിട്ടുള്ളൂ? ഓൺലി സെറ്റ് ഷെയർ ഇസ് റിലീസ്ഡ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് റൂൾ. The release of any one of the joint promises from its liability by the creditor does not mean release of all. അപ്പോൾ ഇതാണ്, ദീസ് ആർ ദ റൂൾസ് റിഗാർഡിങ് പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസസ്. ഇനി നമുക്ക് വേറൊരു പ്രോമിസ് പഠിക്കാനുള്ളത് റെസിപ്രോക്കൽ പ്രോമിസാണ്. പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസ്. ആദ്യം ദ പ്രോമിസ് വിച്ച് ഫോം ദ കൺസിഡറേഷൻ or part of consideration for each other are called reciprocal promises. അതായത് ഇപ്പം when A promises to do or not to do something in consideration of B's promise to do or not to do something, such promises are called റെസിപ്രോക്കൽ പ്രോമിസസ്. അതായത് എ പറയാണ് ബി അത് ചെയ്താലോ ചെയ്തിട്ടില്ലെങ്കിലോ, ചിലപ്പോൾ ചെയ്താൽ തരാമെന്ന് പറയും, ചിലപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ആയിരിക്കും. അങ്ങനെ അതായത് ഒരാളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പെർഫോമൻസ് ഓഫ് ദി അതർ. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രോമിസിനെയാണ് എന്തെന്ന് പറയുന്നത്, റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പോൾ വേർ വൺ പാർട്ടി ഗിവ്സ് എ പ്രോമിസ് ഇൻ കൺസിഡറേഷൻ ഓഫ് ദി അതർ പാർട്ടീസ് പ്രോമിസ്, ബോത്ത് ദ പ്രോമിസീസ് ആർ called reciprocal promises. Okay. ഇനി എന്തൊക്കെയാണ് റൂൾസ് റിഗാർഡിങ് ദ പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ് നോക്കാം. അപ്പം ഇവിടെ റെസിപ്രോക്കൽ പ്രോമിസിന് ഒരു എക്സാമ്പിൾ കൊടുത്തത് ഇതാണ്. എ പ്രോമിസസ് ടു ഡെലിവർ ഹിസ് കാർ ടു ബി ആൻഡ് ബി പ്രോമിസസ് ടു ഗിവ് ഹിസ് ഫ്ലാറ്റ് ടു സി. ഫ്ലാറ്റ്. അപ്പം അങ്ങനെയാവുന്ന സമയത്ത് ഒരാളുടെ പെർഫോമൻസ്, കാറ് കൊടുക്കണമെങ്കിൽ ഫ്ലാറ്റ് കൊടുക്കണം, മനസ്സിലായത്? അല്ലെങ്കിൽ ഫ്ലാറ്റ് കിട്ടിയാൽ മാത്രമേ കാറ് കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള പ്രോമിസുകളെയാണ് എന്തെന്ന് പറയുന്നത്, റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് റൂൾസ് നോക്കാം. ഫസ്റ്റത്തെ റൂള് പറയുന്നതാണ് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് പ്രോമിസ്. അതായത് വെൻ എ കോൺട്രാക്ട് കൺസിസ്റ്റ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ് ടു ബി സൈമൾട്ടേനിയസ്ലി പെർഫോംഡ്, നോ പ്രോമിസർ നീഡ് പെർഫോം ഹിസ് പ്രോമിസ് അൺലെസ് ദ പ്രോമിസി ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു പെർഫോം ഹിസ് റെസിപ്രോക്കൽ പ്രോമിസ്. ചില പ്രോമിസ് ഉണ്ടാവും സൈമൾട്ടേനിയസ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്.
അതായത് കാറ് കൊടുക്കുന്നു, ഫ്ലാറ്റ് കൊടുക്കുന്നു, രണ്ടും ഒരുമിച്ച് നടക്കുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണെങ്കിൽ ഇപ്പം എന്ത് ചെയ്താൽ മതി? ഇപ്പം പ്രോമിസി എപ്പോഴാണ് ഫ്ലാറ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കാറ് കൊടുക്കണം. അപ്പോൾ കാർ എപ്പോഴാണോ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് ഫ്ലാറ്റ് ഒഴിഞ്ഞു കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള സൈമൾട്ടേനിയസ് ആയിട്ട് പെർഫോം ചെയ്യേണ്ട കോൺട്രാക്റ്റ് ആണെങ്കിൽ ഒരിക്കലും എന്താക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നോ പ്രോമിസർ നീഡ് പെർഫോമൻസ് ഇഫ് ദ പ്രോമിസർ ഡിഡിൻ പെർഫോം എസ് പാർട്ട് ഓഫ് പ്രോമിസി എന്താക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അയാളും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ചെയ്താൽ മാത്രം ചെയ്താൽ മതി. So, the promiser need not perform his promise unless the promisee is ready and willing to perform his reciprocal promise. അതായത് ഇവിടെ എങ്ങനെയാണ് പ്രോമിസ് വരുന്നതെന്നാണ് പറയുന്നത്. പ്രോമിസസ് ആർ മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ് എന്നാണ് പറയുക. രണ്ടും ഒരുമിച്ച് നടക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. എക്സ് ആൻഡ് വൈ എഗ്രി ദാറ്റ് വൈ ഷാൽ ഡെലിവർ ഗുഡ്സ് ടു വൈ. പ്രൈസ് ഇസ് ടു ബി പെയ്ഡ് ബൈ വൈ ഓൺ ഡെലിവറി. ഗുഡ്സ് കൊടുക്കാമെന്ന് പറയുന്നു, ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് പ്രൈസ് കൊടുക്കാമെന്ന് പറയുന്നു. ഇൻ ദിസ് കേസ് എക്സ് നീഡ് നോട്ട് ഡെലിവർ ദ ഗുഡ്സ് അൺടിൽ വൈ ഇസ് റെഡി ആൻഡ് വില്ലിംഗ് ടു പേ മണി ഫോർ ദ ഗുഡ്സ്. അപ്പോൾ ഗുഡ്സ് കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താക്കേണ്ട ആവശ്യമില്ല, ഗുഡ്സ് അവിടെ വെക്കേണ്ട ആവശ്യമില്ല, അവർ തിരിച്ചു പോരാം. ഓക്കെ, അതേപോലെ തന്നെയാണ് വൈ നീഡ് നോട്ട് പേ ഫോർ ദ പ്രൈസ് അൺലെസ് എക്സ് ഇസ് റെഡി ആൻഡ് വില്ലിംഗ് ടു ഡെലിവർ ദ ഗുഡ്സ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെയാണ് വൈൻ്റെ കേസിൽ നോക്കുക. വൈ എന്താക്കുന്നു, പൈസ കൊടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു, പക്ഷേ ഗുഡ്സ് ഇതുവരെ എത്തിയിട്ടില്ല, പിന്നെ വൈ പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാണ് റെസിപ്രോക്കൽ. അത് അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത് സൈമൾട്ടേനിയസ് പെർഫോമൻസ് ആണെങ്കിൽ. ഒരാൾ ബാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ ബാക്ക് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതുവരെ എപ്പോഴാണോ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് മറ്റേ പാർട്ടി ചെയ്താൽ മതി. ഓക്കെ, സെക്കൻഡ് റൂൾ ഈസ് when the order in which reciprocal promises are to be performed is expressly fixed by the contract, they must be performed in that order only. അതായത് ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ എക്സാമ്പിളിൽ തന്നെ എടുക്കുക. ആദ്യത്തെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ കാർ ആദ്യം രാവിലെ കൊണ്ടു കൊടുക്കും എന്നുള്ളതാണ്. കാർ ഒരു 9 മണിയാകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ 9-10 ആകുമ്പോഴേക്ക് ഞങ്ങൾ ഫ്ലാറ്റ് ഒഴിഞ്ഞു തരാം. അപ്പോൾ അവിടുത്തെ ഓർഡർ എന്താ? ഫസ്റ്റത്തെ ഓർഡർ കാർ എത്തിക്കുന്നു, പിന്നെയാണ് ഫ്ലാറ്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഒരു ഓർഡർ ഉണ്ടെങ്കിൽ എന്താക്കാം എന്നാണ് പറയുന്നത്, ആ ഓർഡറിനനുസരിച്ചിട്ട് പെർഫോം ചെയ്താൽ മതി. അതായത് മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻറ്റ് പ്രോമിസസ് ആണെങ്കിൽ എന്താക്കാം എന്നാണ് പറയുന്നത്, വൺ ഓഫ് ദം നീഡ് നോട്ട് പെർഫോം ടിൽ ദി അതർ പെർഫോംസ്. ഓക്കെ, ഇനി ഇഫ് ദർ ഇസ് നോ ഓർഡർ, it is not expressly fixed by the contract, then they must be performed in that order which the nature of transaction requires. ഇപ്പോൾ ആ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ നേച്ചർ ഓഫ് ദി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഓർഡർ ഏതാ ഗുഡ്സ് കിട്ടുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഇഫ് ദർ ഇസ് നോ ടൈം ഇസ് ഫിക്സ്ഡ് then should move according to the nature of the contract and nature of the transactions. Okay. Then third rule is when a contract contains reciprocal promises, it may happen that one party to the contract prevents the other from performing his promise. In such case, the contract becomes voidable at the option of the party so prevented, and he is entitled to compensation from the other party for any loss. Okay. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രോമിസർ ഒക്കെ റെഡിയായി വന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ അതർ പാർട്ടി എന്താക്കിയെന്നാണ് പറയുന്നത്, ഹി പ്രിവെൻറ്റഡ് ഫ്രം ഡൂയിങ് സോ. അങ്ങനെയാവുന്ന സമയത്ത് ആർക്കാണോ നഷ്ടം ഉണ്ടായിട്ടുള്ളത്, ഈ റെഡിയായി വന്നിട്ട് മറ്റേ ആൾ പ്രിവെൻറ്റ് ചെയ്തതാണ്, വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുകയും വേണം, അയാളുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് വേണമെങ്കിൽ ഈ കോൺട്രാക്റ്റ് വോയിഡബിൾ ആക്കുകയും ചെയ്യും. ദെൻ ഫോർത്ത് വൺ ഈസ് അതാണ് ആ പോയിന്റിൽ പറഞ്ഞിട്ടോ, വെൻ വൺ പ്രിവെൻറ്റ്സ് ദി അതർ എന്ന് പറഞ്ഞാൽ എന്താ, ദ കോൺട്രാക്ട് ഇസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദ പാർട്ടീസ് പ്രിവെൻറ്റഡ്. ദെൻ നെക്സ്റ്റ് ഈസ് വെൻ എ കോൺട്രാക്ട് കൺസിസ്റ്റ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ് സച്ച് ദാറ്റ് വൺ ഓഫ് ദം കനോട്ട് ബി ക്ലെയിംഡ് till the other has performed and the promiser of the promise last mentioned failed to perform it, such promiser cannot claim the performance of the reciprocal promise
and must make compensation to the other party who may sustain the non-performance of the contract. അതായത് ഇവിടെ പ്രോമിസർ പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്, ഇഫ് ദി അതർ ഇസ് റെഡി ടു പെർഫോം. ഓക്കെ, അങ്ങനെ ഇവിടെ ഇങ്ങനെ പറയുന്നത്, എക്സ് എൻറ്റേഴ്സ് ഇൻ ടു കോൺട്രാക്ട് വിത്ത് വൈ ടു കൺസ്ട്രക്ട് എ ബിൽഡിംഗ് ഫോർ ഫിക്സഡ് പ്രൈസ് ഓൺ കണ്ടീഷൻ ദാറ്റ് വൈ ഷുഡ് സപ്ലൈ നെസസറി മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ വർക്ക്. എക്സും വൈയും തമ്മിലുള്ള കോൺട്രാക്റ്റാണ് ബിൽഡിംഗ് പണിയാനുള്ള. അപ്പോൾ വൈ പറഞ്ഞതാണ് എന്ത്, ഞാൻ ആവശ്യമുള്ള മെറ്റീരിയൽസൊക്കെ എത്തിക്കാം, എന്നാൽ മതി, എക്സ് തുടങ്ങിയാൽ മതി. വൈ സബ്സിക്വൻ്റ്ലി റിഫ്യൂസസ് ടു സപ്ലൈ ദ മെറ്റീരിയൽസ് ആൻഡ് ദ വർക്ക് കനോട്ട് ബി എക്സിക്യൂട്ടഡ് ബിക്കോസ് എക്സസ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സപ്ലൈ ഓഫ് ദ മെറ്റീരിയൽസ് ബൈ വൈ. So since y fails to supply the materials, x need not do his promise, or he need not execute his work, and y is bound to pay compensation to x എന്നാ പറയുന്നത്. അപ്പോൾ promiser need not perform his promise if the other is ready to perform. മറ്റേ ആൾ റെഡി അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദീസ് ആർ ദ റൂൾസ് റിഗാർഡിങ് എന്താണ് പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്.